ഇപ്പോൾ എം വിൻസെന്റ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം വിൻസെന്റ്, ഇന്നത്തെ സഭാ നടപടികളുടെ അവസാനം അല്ലെങ്കിൽ സഭാ നടപടികളുടെ ഒരു ഘട്ടത്തിൽ താങ്കൾ ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാവുകയും ചെയ്ത വിവരം അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അതെ, ഞാനിപ്പോ അറിഞ്ഞതേ ഉള്ളൂ. അത് വാസ്തവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു നടപടി ഈ അവസര ഘട്ടത്തിൽ സ്വീകരിക്കും എന്നുള്ളത്. കാരണം സസ്പെൻഡ് ചെയ്യത്തക്ക യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് സ്പീക്കർ തന്നെ നിയോഗിച്ചിട്ടുള്ള വാച്ചാൻവാർഡാണ്. ഞങ്ങൾ കഴിഞ്ഞ എത്രയോ കാലമായി അവിടെ പ്രതിഷേധ സൂചകമായി ബാനർ ഉയർത്തുന്നതാണ്. ആ ബാനർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അപ്പോൾ തന്നെ പിടിച്ചു വാങ്ങി കീറി എറിയുകയാണ് വാച്ചൻവാർഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എന്നെ തന്നെ ഒരു 8ഓളം വാച്ചൻവാർഡുകൾ വളരെ രീതിയിൽ ബലപ്രയോഗം നടത്തുന്നു, കഴുത്തിന് ചുറ്റിപ്പിടിക്കുന്നു, വട്ടമിട്ട് പിടിക്കുന്നു, ബലപ്രയോഗം നടത്തുന്നു, നെഞ്ചിൽ തന്നെ സമ്മർദ്ദം ചെലുത്തുകയാണ്, ബലപ്രയോഗം നടത്തുകയാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. നമുക്കും ചെറിയ ഒരു കയ്യിൽ ചെറിയ മുറിവ് ഏൽക്കുകയുണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് ആ വാച്ചൻവാർഡിനെതിരായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അതല്ലെങ്കിൽ വീഡിയോ പരിശോധിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രകോപനപരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്നലെ മുതൽ വനിതാ വാച്ചൻവാർഡിനെയാണ് മുന്നിൽ നിർത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും വനിതാ വാച്ചൻവാർഡിനെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ, പക്ഷെ ഞങ്ങൾ വളരെ സംയമനത്തോടുകൂടി അവർ നിൽക്കുന്ന ഭാഗത്ത് തന്നെ പോകാതെ മാറി നിൽക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മാറി നിന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വാച്ചൻവാർഡ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രതിഷേധവുമായി വരുമ്പോൾ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ആക്രമണോത്സുകരായിരുന്നു ഈ വാച്ചൻവാർഡുകൾ. ഞങ്ങളെ സതീഷ് കുമാർ ജോസഫിനെയും അതുപോലെ തന്നെ റോജി എം ജോണിനെയൊക്കെ വലിയ രീതിയിൽ അവർക്കെതിരെ ബലപ്രയോഗം തന്നെ ഇവർ നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് നിങ്ങളോടും മാധ്യമങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുക. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് ഞങ്ങളാണോ തെറ്റുകാർ അതോ ഈ വാച്ചൻവാർഡാണോ തെറ്റുകാർ? ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു സസ്പെൻഷനിലേക്ക് പോകേണ്ടുന്ന ഒരു സീനും ഉണ്ടായിട്ടില്ല. ഞങ്ങളാരും അല്ല ശ്രീ എം വിൻസെന്റ്, ഇതിൽ ചീഫ് മാർഷലിന് പരിക്കേറ്റു എന്നത് ഒരു വസ്തുതയാണ് എന്ന് സ്പീക്കർ പറയുന്നുണ്ട് സഭയിൽ. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ട്, എന്തോ സർജറി വേണ്ടി വരും എന്നൊക്കെയുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ. അത് ഈ സംഘർഷത്തിനിടെ ഉണ്ടായ പരിക്കല്ലേ? അത് എങ്ങനെ പറ്റിയെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ഒരു പരിക്കുണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു സംഭവം ഇതുപോലെ നേരത്തെ ഒരു വാച്ചൻവാർഡ് തന്റെ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്ത് അങ്ങനെ കേസെടുത്തു. പക്ഷെ കൈ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, കൈ ഒടിഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണ് ഗുരുതരമായ പരിക്കുകൾ അവർക്ക് തന്നെ ഗുരുതരമാക്കാം? ഞങ്ങൾക്ക് വേണമെങ്കിൽ മോഹാലസ്യപ്പെട്ടുകൂടാതെ ഞങ്ങൾക്ക് വാസ്തവത്തിൽ ശ്വാസതടസ്സം വരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഞങ്ങൾ അതിലെ ഒരു കേസ് അങ്ങനെ ഒരു ഇതിലേക്കൊന്നും അല്ല പോയിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ ഒരു ബലപ്രയോഗം നടത്തുക, സാധാരണയായി വാച്ചൻവാർഡ് സ്പീക്കർക്ക് സുരക്ഷ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഞങ്ങൾക്ക് നേരെ ബലപ്രയോഗം നടത്തുന്ന ആക്രമണോത്സുകമായിട്ടുള്ള ഒരു സമീപനമാണ് വാച്ചൻവാർഡ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെ ഒരു ട്രാപ്പിൽ പെടുത്തുന്നതിന് വേണ്ടി ഈ രീതിയിൽ വനിതാ വാച്ചൻവാർഡിനെ നടത്തും. ഞങ്ങളുടെ കൂടെ 2 വനിതകളെ ഉള്ളൂ. അവരെ കൈകാര്യം ചെയ്യാൻ 10-40ഓളം വനിതാ വാച്ചൻവാർഡിനെ അവരെ ഫ്രണ്ടിൽ നിർത്തുന്നു. പുരുഷന്മാരായ വാച്ചൻവാർഡ് പുറകിൽ നിൽക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? സഭാ നടപടികൾ ഒരുപക്ഷെ നാളെ അവസാനിക്കേണ്ടതാണ്. അത് ഇന്ന് തന്നെ അവസാനിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇത് സഭാതലത്തിൽ ഈ സസ്പെൻഷൻ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കില്ല. പക്ഷേ സഭയ്ക്ക് പുറത്ത് ഇടതുമുന്നണിക്ക് CPM-നെ ഇത് രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റാൻ കഴിയും. അതായിരിക്കും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ UDF കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും ഈ വിഷയങ്ങളെ? ഇതെങ്ങനെയാണ് രാഷ്ട്രീയ വിഷയമാക്കുക? ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു സസ്പെൻഷൻ ചെയ്യുക, എന്നിട്ട് അത് രാഷ്ട്രീയ വിഷയമാക്കുമെന്ന് പറയുക, ഇതിലൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്, നിങ്ങളെ ഈ CCTV ദൃശ്യങ്ങൾ നിയമസഭയിലെ സഭാ TVയോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തിറക്കിയിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുക. ഞങ്ങൾ അവിടെ നിൽക്കുന്നു, ഞങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ, അനങ്ങാൻ അനുവദിക്കാതെ, ഒരു 3/4 മണിക്കൂറുകളോളം അനങ്ങാൻ അനുവദിക്കാതെ നടത്തുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അത് അവർക്കെതിരായിട്ടാണ് നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത്.
അവർക്കെതിരായിട്ടാണ് നടപടി സ്വീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.